been a long time. Hope you guys are fine. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഞാൻ വെറുപ്പിക്കാനായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജർമ്മനിയിലെത്തിയിട്ട് 10 മാസമായിട്ടും ഇതുവരെ എങ്ങോട്ടും ഒറ്റയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ UK വിസ വന്നത്. എന്നാൽ പിന്നെ 2 weeks വെക്കേഷൻ ചേച്ചിയുടെ കൂടെ UK ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വിസ കിട്ടി പിറ്റേന്ന് തന്നെ മാഞ്ചസ്റ്ററിലേക്ക് ഫ്ലൈറ്റ് കയറി. ഇപ്പോൾ പിന്നെ സമ്മർ ആയതുകൊണ്ട് എയർപോർട്ടിലെ കാര്യം പറയുകയും വേണ്ട, നല്ല തിരക്കായിരുന്നു. അങ്ങനെ 2 hours ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടോ. ഒടുവിൽ വീട്ടിലും എത്തി. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ എനിക്ക് വേണ്ടത്. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി, അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്കാണ് എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ. നേരത്തെ വിളിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് ചേച്ചി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. അങ്ങനെ എല്ലാം കൂടി ഒരു പിടിയങ്ങ് പിടിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ. പക്ഷെ എന്നാലും 3-4 വർഷം കൊണ്ട് ഇത്രയൊക്കെ മായാജാലം നടക്കും. ഇടയ്ക്ക് മാത്രം അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്ന എൻ്റെ ചേച്ചി ഇത്രയും വലിയ കുക്കായാലും ഞാനിപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ നല്ല കപ്പയും മീൻകറിയൊക്കെ കൂടി ഒരു പിടിയങ്ങ് പിടിച്ചു. പിന്നെ ഒന്ന് ഉറങ്ങി എണിച്ചപ്പോഴേക്കും ആടേ തീർന്നു. പക്ഷേ എന്നാ, നമുക്കൊരാഴ്ച മൊത്തം ഉണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം കേട്ടോ. ടുഡേ ഈസ് എ ഡേ ഓഫ് നേച്ചർ ബ്യൂട്ടി. നമ്മൾ ഉച്ചവരെ ഈ ഒരു പ്ലേസിലാണ് കേട്ടോ. ആഫ്റ്റർനൂൺ ചേട്ടൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാനും ചേച്ചിയും കൂടി ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. പണ്ടേ മുതൽ എൻ്റെ തലയിൽ ഓരോ കലാവിരുദ്ധകൾ കാണിക്കുന്ന ചേച്ചിയുടെ വീക്ക്നെസ്സാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കലാവിരുദ്ധൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എന്നെക്കായി 6-7 വയസ്സ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഷീസ് ലൈക്ക് മൈ മോം. അങ്ങനെ നല്ല വിശപ്പുള്ളതുകൊണ്ടും നല്ല മടുപ്പുള്ളതുകൊണ്ടും ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഡേയും ഷൂ എന്ന് പറഞ്ഞങ്ങ് കഴിഞ്ഞു. വെൽക്കം ടു അനദർ ക്രേസി ഡേ. ഇന്ന് മോർണിംഗ് വാക്കിന് പോകാൻ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഈ മയിലും കൂട്ടനാണ് കേട്ടോ നമ്മൾ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞാനും ചേച്ചിയും കൂടി ഒരു ഗാർഡനിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം കേട്ടോ ഞാൻ ഇവനെ കാണുന്നേ. മഷുക്ക് ഒരു പേടിയില്ല. അങ്ങനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്, അതിലുപരി എൻ്റെ ചങ്കായ നിമി ചേച്ചിയുടെ അലക്സേട്ടൻ്റെ വീട്ടിൽ നമ്മൾ പോയി. ഇപ്രാവശ്യം മിക്കാറും ഞാൻ തിന്ന് ചാവും. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ നമ്മളിനി പോകുന്ന പ്ലേസിൻ്റെ സ്റ്റോറി പറയാൻ ആരംഭിച്ചു കേട്ടോ. കുറച്ച് അൺബിലീവബിൾ ആണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ മലകൾക്കുള്ളിൽ പണ്ട് വിച്ചസ് ഉണ്ടായിരുന്നു അത്രേ. രാത്രി കാലങ്ങളിൽ അവറ്റകൾ പുറത്തിറങ്ങുമെന്ന് പണ്ട് ബാലരമകളിൽ വായിച്ചു കേട്ടതുപോലെ തോന്നിയെങ്കിലും കുറച്ച് എരിവും പുളിയും കൂട്ടി പറഞ്ഞതാണെങ്കിലും അവിടെ കണ്ട വിച്ചസിൻ്റെ രൂപങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കൊരു സംശയം, ശരിക്കും ഈ വിച്ചസ് ഉണ്ടോ? എന്തായാലും ഒത്തിരി രാത്രിയാവാൻ ഞാൻ നിന്നില്ല. എന്തോ നല്ലൊരു ശീലം, അല്ലാണ്ട് വിച്ചസിനെ പിടിച്ചൊന്നല്ല കേട്ടോ. അപ്പൊ ബൈ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ചേട്ടനും ചേച്ചിയുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. എ സ്പെഷ്യൽ ഡേ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് സംതിങ് സ്വീറ്റ് എന്നാണല്ലോ. അങ്ങനെ സ്വീറ്റും കഴിഞ്ഞ് ഇപ്പോൾ സ്പൈസിനെസ്സിലേക്ക് കടന്നിരിക്കാൻ കേട്ടോ. നല്ല പാൽക്കപ്പയും ബീഫും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ താരങ്ങൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു മാളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ടോ. ഈവനിങ് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ചേച്ചിയുടെ ഫ്രണ്ട്സും കൊളീഗ്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയൊരു ആനിവേഴ്സറി പാർട്ടി. സഡൻ ആൻഡ് സർപ്രൈസ് ആയിരുന്നെങ്കിലും കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് പോയിട്ടോ. ആൻഡ് അനദർ അമേസിംഗ് ഡേ ഹാസ് എൻഡഡ്. നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ ബ്ലാക്ക് പൂളിലാണ് കേട്ടോ പോയി. ഈ ദിവസം വൈബാക്കാനായിട്ട് നിമ്മി ചേച്ചി അലക്സേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് കേട്ടോ ഈ അപ്പൂപ്പൻ എൻ്റെ കണ്ണിൽപ്പെടുന്നത്. കുറെ നേരമായി ആളോടെ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ സംസാരിച്ച് പിടിച്ച ഭീമൻ മീനുകളുടെ പിക്ചേഴ്സ് എന്നെ കാണിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പൂപ്പൻ. അങ്ങനെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഡേയും UK തീർന്നു. എത്ര പെട്ടെന്നല്ലേ ഡേയ്സൊക്കെ കടന്നു പോകുന്നത്. ഒരാഴ്ച വെക്കേഷൻ പോയതേ അറിഞ്ഞില്ല. ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചു പോകാൻ കേട്ടോ. ഇനി നാളെ അവിടെ ചെന്ന് എല്ലാം വീണ്ടും ഒന്നീന്ന് തുടങ്ങണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.